സാഹചര്യത്തില് അപ്പൊ ഞാൻ പറയുന്നത് ഈ റേഷൻ പീടികത്തെ ഈ പ്രശ്നങ്ങളും ഇപ്പത്തെ ഈ അരി കിട്ടാത്ത പ്രശ്നങ്ങളും ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചല്ലോ, ഫുഡ് കഴിച്ചപ്പോൾ ഒരുപാട് നമ്മൾ ജ്യൂസ് ഒരുപാട് കുടിച്ചു. അപ്പൊ ഇത്രയും ജ്യൂസുകളും ഈ കല്യാണങ്ങളൊക്കെ ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തില് അപ്പം നാളെ സ്കൂളിൽ പോകേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാല് എന്തായാലും നമ്മൾ പോണ്ടേ? പോണം. അത് ചോദിച്ചപ്പോ എങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷി വളർത്തുന്ന പരിപാടിയാണ്. അതായത് ഈ പക്ഷികളെ ഒന്നായിട്ട് വളർത്തും. അതായത് അന്നത്തെ കല്യാണത്തിനൊന്നും ശരിക്കും പോത്തിനെ ആടിനെ ഇറക്കാൻ പറ്റില്ലല്ലോ, പക്ഷിനെ ഇറക്കും. അപ്പൊ അന്നത്തെ കല്യാണത്തിന് എന്താ വെച്ചാൽ പക്ഷികളെ വളർത്തും. വലിയപ്പ ഇങ്ങനെ തീറ്റ എറിഞ്ഞു കൊടുത്ത് തത്തകളും ഇതെല്ലാം കൂടി ഒന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാറി കളിക്കും. അതില് വെല്ലിപ്പം എന്ത് ചെയ്യും? അപ്പൊ വെല്ലിപ്പയ പറട്ടെ, ഇപ്പൊ ഈ കല്യാണത്തിന്റെ സമയമാകുമ്പം അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പക്ഷികൾ പാറി പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മുത്തും തേനയും മുത്തും ചോറും ബിരിയാണി തിന്നിങ്ങനെ നടക്കും പക്ഷികൾ. അപ്പം ഈ കല്യാണത്തിന്റെ സമയമാകുമ്പോൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തിന്റെ വെല്ലിപ്പ അടീന്ന് വലിയ, കാരണം പക്ഷികളെ കിട്ടണ്ടേ. കാരണം അന്നത്തെ കല്യാണത്തിന് പക്ഷി ബിരിയാണിയാ, തത്ത ബിരിയാണി, തത്തമ്മ ബിരിയാണി, പൊന്മാൻ ബിരിയാണി, കാക്ക ബിരിയാണി. ഇപ്പോഴാണ് മൃഗങ്ങളെ പിടിച്ചാൽ സീനില്ല. എന്നിട്ട് എന്റെ വെല്ലിപ്പം ചെയ്യും, ഒരു 4:45 പോക്കുണ്ട്. പക്ഷികൾ ഒന്നായിട്ട് കൂട്ടം കൂടി കാക്കിയും പനന്തത്ത നീലപ്പൊന്മാൻ ഇതെല്ലാം കൂടിയാണ് പോകുമ്പോൾ വെല്ലിപ്പ ഭയങ്കര റിസ്ക് ആണ്ടത്. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓർത്തു പോയതാ. ഇങ്ങനെ വെല്ലിപ്പാര് അന്നത്തെ കാലത്ത് തത്തനെ വെല്ലിപ്പ പിടിക്കും. എന്നിട്ടോ വല പിടിച്ചു, വലയിൽ ഈ തത്തകൾ ഒന്നായിട്ട് കുടുങ്ങി. തത്ത അങ്ങോട്ടും ഇങ്ങോട്ട് പെടഞ്ഞ് വെല്ലിപ്പ ഇങ്ങനെ ചെറിയ ചുറ്റിക ഉണ്ടാവും, അത് തലക്ക് ഇങ്ങനെ അതിങ്ങനെ അടിച്ചിട്ട് തത്തമ്മനെ ഫുള്ള് ബോധം കെടുത്തും. കൊറിഞ്ചീവനായ തത്തമ്മളെ അർത്താണ് അന്ന് ബിരിയാണി വെക്കാം. പെടകൾ അതായത് നമുക്ക് അന്ന് മൊത്തമായി മരിച്ച ജന്തുക്കളെ ഭക്ഷിക്കാൻ അവകാശമില്ല അന്നത്തെ കാലത്ത്. പൗതി ജീവൻ, അതായത് ബിരിയാണി കടന്ന് ഇങ്ങനെ പെടിയണ ടൈപ്പ് തത്തമ്മകൾ അതിനന്നുണ്ടായിന്. അങ്ങനെ തത്തമ്മ ബിരിയാണിയൊക്കെ വെച്ച് അങ്ങനത്തെ ഒരു സാഹചര്യമൊക്കെ ഇന്നത്തെ കാലത്ത് വന്നാൽ അതിനൊക്കെ നിൽക്കൂല. ഇതാണ് ഇപ്പോഴത്തെ കുട്ടികളെ പ്രശ്നം. അന്നത്തെ വെല്ലിപ്പന്മാർ ഈ റിസ്കുകളൊക്കെ ഏറ്റിട്ട് അതാണ് ആ വെല്ലിപ്പന്മാരെ ആരോഗ്യം. അപ്പൊ അവിടുത്തെ ഒരു കാക്ക ഉണ്ട്, അയാൾ ഇങ്ങോട്ട് അയച്ച് ഞങ്ങളൊക്കെ ഷുഗർ കട്ടാ. തത്തമ്മന്റെ കഥ പറഞ്ഞത്. അപ്പൊ അതിലാ കാക്ക ഞങ്ങളൊക്കെ ഷുഗർ കട്ടാ, ഞങ്ങളൊക്കെ ജ്യൂസൊക്കെ കുടിക്കാന്നേ. 10-65 വയസ്സുള്ള മൂപ്പരേ പെരുന്തീറ്റ എല്ലാം ചോദിച്ചു നിങ്ങൾക്ക് ഷുഗറിൽ വെച്ചു. അതൊന്നും കുഴപ്പമില്ല. ഞാൻ പണ്ട് ഇതേപോലെ തത്തമ്മന്റെ ഫീൽഡിൽ, ആ തത്തമ്മന്റെ ഫീൽഡിൽ അന്ന് നിന്ന ആൾക്കാർ ഇപ്പോഴും അതിലൊക്കെ. പക്ഷെ എൻ്റെ വലിയ 2002 മരണപ്പെട്ടു പോയി. അത് തത്തമ്മ ശാപം എന്നെല്ലാവരും പറയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. കാരണം അത്രയും തത്തമ്മകളെ കൊന്നു കൂട്ടല്ലേ. അതല്ല വെല്ലിപ്പാനാണ് അന്ന് ഞാൻ എടുക്കട്ടെ എൻ്റെ പേരേക്ക്.